അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ എം.കെ. റാം പിടിയിലായതായി സൂചന. ആന്ധ്ര ചിറ്റൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് റാമിനെ പിടികൂടിയതെന്നാണ് റിപ്പോർട്ട്. ജൂൺ 19-ന് ഹൈക്കോടതി റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റിന് നീക്കം നടത്തിയിരുന്നു. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആന്ധ്രയിലെത്തിയത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ജോസഫ്, നിതിൻ രാജിന്റെ മരണത്തിൽ ഇപ്പോൾ സുപ്രധാനമായ ഒരു നീക്കമാണ് നടന്നിരിക്കുന്നത്. ഡോക്ടർ എം.കെ. റാം പിടിയിലായതായാണ് സൂചന. എന്താണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ ഏപ്രിൽ 10-ാം തീയതിയാണ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 2ാം വർഷ BDS വിദ്യാർത്ഥിയായ നിതിൻ രാജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താൻ വലിയ രീതിയിലുള്ള ജാതി അധിക്ഷേപം ഉൾപ്പെടെ നേരിട്ടു എന്നുള്ള കാര്യം ശബ്ദ സന്ദേശമായി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഉൾപ്പെടെ അയച്ചു നൽകിയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിനുശേഷം ഒളിവിൽ പോയ ഇയാൾ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 3 മാസക്കാലമായി ഇയാൾ വിവിധ കോടതികളിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ഇത്തരത്തിൽ തിരസ്കരിക്കുന്ന രീതിയിൽ, ജാമ്യം തള്ളുന്ന രീതിയിൽ, മാത്രമല്ല ഈ ഡോക്ടർ റാമിനെതിരെ കോടതി പോലും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ കടന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സുപ്രധാന വിധിയുണ്ടായത്. ഇത്തരത്തിൽ ഡോക്ടർ എം.കെ. റാമിന്റെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി നിശിതമായ ഭാഷയിലാണ് ഇത്തരത്തിൽ വിമർശിച്ചിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതമായത്. ഇത്രയും കാലം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒളിച്ചുകളിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്താനോ ഈ ഒന്നാമത്തെ പ്രതിയായ ആളെ കണ്ടുപിടിക്കുന്നതിനോ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള കൃത്യവിലോപമുണ്ടായി. പോലീസിന് നേരത്തെ തന്നെ ആൾ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിവരമുണ്ടായിരുന്നതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആന്ധ്രയിലൊക്കെ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയതാണ്. ആ സമയത്ത് പോലും ഇത്തരത്തിൽ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായിട്ട് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആന്ധ്രയിലെ ചിറ്റൂരിൽ അദ്ദേഹത്തിന്റെ സ്വദേശം ആന്ധ്രാപ്രദേശുകാരനാണ്. ആ സ്വദേശത്ത് തന്നെയാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും കസ്റ്റഡിയിലുണ്ട്, പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളിലൊന്നും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പോലീസിനും അതുപോലെ തന്നെ പിന്നീട് അന്വേഷണം കൈമാറ്റം ചെയ്യപ്പെട്ട ക്രൈംബ്രാഞ്ചിനും നേരിടേണ്ടി വന്നു. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഒരു അട്ടിമറി ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കൃത്യമായി ഈ പ്രതികളെ പിടിക്കാനോ ഈ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനോ ഈ മൊഴികൾ ശേഖരിക്കുന്നതിനോ പോലീസിൽ വലിയ രീതിയിലുള്ള അലംഭാവം സംഭവിച്ചു. എന്തായാലും കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായതിൽ പിന്നെ ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.